നമസ്കാരം. കേരള വിഷന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പത്രം പ്രഭാതത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്ന് പത്രം പ്രഭാതത്തിലേക്ക് കടക്കുമ്പോൾ നിരവധിയായിട്ടുള്ള വാർത്തകളൊക്കെ തന്നെ ഇന്ന് കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഇന്ന് കേരളത്തിലേക്ക് വരികയാണ്. ഇന്ന് കൊച്ചിയിലേക്കാണ് എത്തുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയാണ് അദ്ദേഹം വരുന്നത്. എന്തായാലും ആ ഒരു വാർത്ത തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും പ്രധാനമായും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ്. ആദ്യം നമുക്ക് ദേശാഭിമാനിയിലേക്ക് പോവാം. ദേശാഭിമാനിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ് ദേശാഭിമാനി ഈ ഒരു വാർത്ത എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളത്. ദേശാഭിമാനിയുടെ ഒന്നാമത്തെ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 100,000 പേർ 100 ചോദ്യങ്ങൾ എന്നാണ് പറയുന്നത്. ഇന്ന് യുവം 2023 BJPയുടെ പരിപാടി അദ്ദേഹം കൊച്ചിയിൽ നടത്തുന്നുണ്ട്. അതിൽ ചോദിക്കാനുള്ള ചോദ്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. യങ് ഇന്ത്യ ക്യാമ്പയിന് തുടക്കമായി എന്നാണ് പറയുന്നത്. ഈ യങ് ഇന്ത്യ ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ടാണ് 100 ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത്. അത് DYFIയുടെ നേതൃത്വത്തിലൊക്കെ തന്നെയാണ്. അപ്പോൾ അതിന് തുടക്കമായി ഇന്നിപ്പോൾ ഈ P. രാജീവ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചിത്രം വെച്ചിട്ടാണ് ഈ ഒരു വാർത്ത കൊടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് 100 ചോദ്യങ്ങൾ ഉന്നയിച്ച DYFI സംഘടിപ്പിച്ച യങ് ഇന്ത്യ ക്യാമ്പയിൻ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വ്യവസായ മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്യുന്നു. ആ ഒരു ചിത്രമാണ് ഒന്നാം പേജിൽ കൊടുത്തിട്ടുള്ളത്. 100,000 ചോദ്യങ്ങൾ ആണ്. 100 ചോദ്യങ്ങൾ 100,000 പേർ എന്നാണ് ആ ഒരു തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മോദി വരുന്നത് പ്രമാണിച്ച് മോദി ഇന്ന് കൊച്ചിയിൽ, അതുപോലെ വന്ദേ ഭാരത്, വാട്ടർ മെട്രോ ഫ്ലാഗ് ഓഫ് നാളെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ അവസാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അവസാനത്തെ ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ഡിജിറ്റൽ സയൻസ് പാർക്കിന് കല്ലിടും. അതുപോലെ കൊച്ചിയിലും തിരുവനന്തപുരത്തും വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഭീഷണി കത്തെഴുതിയാൽ അറസ്റ്റിൽ തുടങ്ങിയ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളൊക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു ചെറിയൊരു ബോക്സ് രൂപത്തിലാണ് ഈ ദേശാഭിമാനി ഒന്നാം പേജിൽ അവസാനം ഈ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത്. ദേശാഭിമാനി 2ാം പേജിലും ഈ ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. അതായത് മോദി റോഡ് ഷോയിൽ നഗരം കുരുങ്ങും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വലിയ രീതിയിലുള്ള സുരക്ഷയൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് റോഡ് ഗതാഗതം നിയന്ത്രണമെല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ നഗരം കുരുങ്ങും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ച ഒരു വാർത്ത തന്നെയാണ് ഇങ്ങനെ ഒരു വാർത്ത ദേശാഭിമാനിയിൽ വന്നിട്ടുള്ളത്. 2ാം പേജിലാണ്. ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട ചില വാർത്തകളും കൊടുക്കുന്നുണ്ട്. അതായത് തൃശ്ശൂരിൽ നിന്ന് യുവം സമ്മേളനത്തിനെത്തുന്ന വാഹനങ്ങൾ കടവന്ത്രയിൽ ആളുകളെ ഇറക്കി എറണാകുളത്തപ്പൻ ഗ്രൗണ്ട്, കണ്ടെയ്നർ റോഡ്, കടവന്ത്ര മാവേലി റോഡ് എന്നിവിടങ്ങളിൽ പാർക്ക് ചെയ്യണം. അതുപോലെ ആലപ്പുഴ, കോട്ടയം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ തേവര ഫെറി ജംഗ്ഷനിൽ ആളുകളെ ഇറക്കിയ ശേഷം തേവര ഫെറി ബോട്ട് ഈസ്റ്റർ റോഡിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലും ഇന്ദിരാഗാന്ധി റോഡിലും പാർക്ക് ചെയ്യണം തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ഇൻഫർമേഷനും ഈ ഒരു വാർത്തയിൽ കൊടുക്കുന്നുണ്ട്. ഇത് 2ാം പേജിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ 2ാം പേജിൽ തന്നെ ടൂറിസം പറക്കും ജല മെട്രോയിൽ എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം വൈപ്പിൻ എറണാകുളം റൂട്ടിൽ ആരംഭിക്കുന്ന ജല മെട്രോ അത് നാളെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് വെച്ചാണ് അതിൻ്റെ ഒരു ഇനാഗ്രേഷൻ നടത്തുന്നത്. അപ്പോൾ അത് കേരളത്തിൻ്റെ കൂടി ഒരു വലിയ സ്വപ്ന പദ്ധതിയാണ് എന്നുള്ള രീതിയിലേക്കാണ് ഈ ദേശാഭിമാനി ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത്. ടൂറിസം പറക്കും ജല മെട്രോയിൽ എന്നാണ് പറയുന്നത്. കേരളത്തിൻ്റെ ടൂറിസം വകുപ്പിന് വലിയ രീതിയിലുള്ളൊരു പങ്ക് ഈ ഒരു ജല മെട്രോയിൽ ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ഈ ഒരു വാർത്ത. അത് ദേശാഭിമാനിയുടെ 2ാം പേജിലാണ് കൊടുത്തിട്ടുള്ളത്. മറ്റൊന്ന് ദേശാഭിമാനി 11ാം പേജിൽ ഇതേ വാർത്ത തന്നെ ഒന്നും കൂടി കൊടുക്കുന്നുണ്ട്. അതിൽ പറയുന്നത് വളരെ വിശാലമായ രീതിയിലാണ്. ഒരു പേജ് മുഴുവൻ ആ ഒരു വാർത്തയെക്കുറിച്ചാണ് പറയുന്നത്. അത് കേരളവും ഇന്ത്യയിൽ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്നു. വന്ദേ ഭാരതിൻ്റെ ഇനാഗ്രേഷൻ അത് നാളെ നടക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് കേരളത്തിന് നിരവധിയായിട്ടുള്ള സ്വപ്നങ്ങളുണ്ടായിരുന്നു. എയിംസ് അടക്കം കഴിഞ്ഞ ബജറ്റിലൊക്കെ വരുമെന്ന് കേരളം പ്രതീക്ഷിച്ച ഒരു വാർത്തയായിരുന്നു. അല്ലെങ്കിൽ അത്തരമൊരു പ്രതീക്ഷ വെച്ചൊരു കാര്യമായിരുന്നു എയിംസ് കേരളത്തിന് ലഭിക്കുന്നത്. പക്ഷെ അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വന്ദേ ഭാരതിൻ്റെ ആ ഒരു ട്രെയിൻ വരച്ചുകൊണ്ട് അതിൽ കേരളത്തിന് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതിലൊന്ന് എയിംസ് ആണ്, മറ്റൊന്ന് ഇഫ്ലു ആണ്. ഇഫ്ലു എന്ന് പറയുന്നത്
11 വർഷം മുൻപ് ആരംഭിച്ച ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി മലപ്പുറത്ത് അതിൻ്റെ പ്രവർത്തനം അതൊന്നും ആയില്ല എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. മറ്റൊന്ന് അദാനിക്ക് തീരെഴുതിയിട്ടുള്ള വിമാനത്താവളം തുടങ്ങിയ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, പാഴായ നിർദ്ദേശ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കേരളത്തിനുള്ള പദ്ധതികൾ അതുകൂടെ ഒന്ന് മോദി സർക്കാർ കാണണമെന്നുള്ള രീതിയിലേക്കാണ് ആ ഒരു ചിത്രമൊക്കെ വരച്ചുകൊണ്ട് 11ാം പേജിൽ ദേശാഭിമാനി ആ ഒരു കാര്യം കൊടുത്തിട്ടുള്ളത്. മറ്റൊന്ന് നഷ്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നീതി ആയോഗിൽ പിടിവിട്ട റബ്ബർ എന്ന് പറയുന്നുണ്ട്. അത് ഈ പേജിൽ തന്നെയാണ്, 11ാം പേജിൽ അവസാന ഭാഗത്തേക്കാണ് ആ ഒരു കാര്യം കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 11ാം പേജ് മുഴുവൻ കേരളത്തിൻ്റെ നഷ്ടങ്ങളും കേരളത്തിന് വേണ്ട പദ്ധതികൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ മോദിയുടെ വരവുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഭൂമി റെഡി, എവിടെ എയിംസ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ദേശാഭിമാനി വളരെ എന്താ പറയുക, ഈ കേന്ദ്രത്തിലേക്ക് നിരവധിയായിട്ടുള്ള പ്രതീക്ഷകളൊക്കെ വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു പേജിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. എന്തായാലും പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിലേക്ക് എത്തുകയാണ്. അതുപോലെ തന്നെ ഇനി പറയാനുള്ളത് മനോരമ പത്രം എങ്ങനെയാണ് ഈ ഒരു വാർത്തയെ കൊടുത്തിട്ടുള്ളത് എന്നാണ്. 1ാം പേജിലെ മനോരമ കൊടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രി കേരളത്തിൽ ഇന്ന് റോഡ് ഷോ, നാളെ ഉദ്ഘാടനങ്ങൾ എന്ന് പറയുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പരിപാടികളൊക്കെ തന്നെ മനോരമ കൊടുത്തിട്ടുണ്ട്. മനോരമയുടെ 5ാം പേജിലും ഈ ഒരു വാർത്ത അത് കൊടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം, നഗരത്തിൽ കനത്ത സുരക്ഷ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2050-ലധികം പോലീസുകാരാണ് പ്രധാനമന്ത്രിക്ക് സുരക്ഷയൊരുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ മനോരമ 5ാം പേജിൽ വളരെ വിശാലമായി തന്നെ ആ സുരക്ഷയുടെ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അതായത് യുവജന സംഗമവേദിയായ തേവര കോളേജിലേക്ക് റോഡ് ഷോയിലാണ് പ്രധാനമന്ത്രി പോകുന്നത്. 1.8 ഒരു 1.5 കിലോമീറ്ററോളം അദ്ദേഹം ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. അക്കാര്യങ്ങളൊക്കെ തന്നെ മനോരമ ഈ ഒരു പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, കേരളത്തിൻ്റെ യുവ മനസ്സുകളെ അറിയാൻ പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ളതാണ്. ഈ യുവം 2003 കോൺക്ലേവ് അതിന്ന് കൊച്ചിയിൽ നടക്കുമ്പോൾ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്, യുവാക്കൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ് എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങളാണ് മനോരമ 5ാം പേജിൽ കൊടുത്തിട്ടുള്ളത്. മറ്റൊന്ന്, ഈ സഭാ മേലധ്യക്ഷന്മാരെ ഇന്ന് പ്രധാനമന്ത്രി കാണും കൊച്ചിയിൽ എന്നുള്ളതാണ്. 5ാം പേജിൽ തന്നെയാണ് ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഈ ക്രിസ്ത്യൻ സഭാ മേലധ്യക്ഷന്മാരെ പ്രധാനമന്ത്രി കാണുമെന്നുള്ളത്. നിരവധിയായിട്ടുള്ള വിവാദങ്ങളൊക്കെ തന്നെ അതിന് പിന്നിലുണ്ട്. ഒരു രാഷ്ട്രീയ അജണ്ടയാണ്, ഒരു എലക്ഷൻ മുൻനിർത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ മാധ്യമങ്ങളിലൊക്കെ തന്നെ ചർച്ചയാകുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്ന് പ്രധാനമന്ത്രി 8 മതമേലധ്യക്ഷന്മാർക്കാണ് അദ്ദേഹത്തെ കൂടിക്കാഴ്ച നടത്താൻ ഒരു അനുവാദം നൽകിയിട്ടുള്ളത്. എന്തായാലും ആ ഒരു വാർത്ത കൂടി മനോരമ 5ാം പേജിൽ കൊടുക്കുന്നുണ്ട്. അതേസമയം മാതൃഭൂമി ഈ ഒരു വാർത്തയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നോക്കാം. മാതൃഭൂമി ആദ്യ പേജിൽ തന്നെയാണ് ആ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ ദേശാഭിമാനിയിൽ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഈ മാതൃഭൂമിയും കൊടുത്തിട്ടുള്ളത്. പ്രധാനമന്ത്രിയിൽ പ്രതീക്ഷയോടെ എയിംസ് വേണം, റബ്ബറിൻ്റെ വിലയും. അങ്ങനെയാണ് ആ ഒരു വാർത്ത 1ാം പേജിൽ മാതൃഭൂമി കൊടുത്തിട്ടുള്ളത്. അതേസമയം മോദി ഇന്ന് കൊച്ചിയിൽ എത്തും എന്ന് പറയുന്നുണ്ട്. റോഡ് ഷോ നടത്തും, ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തും തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാതൃഭൂമിയും പറയുന്നുണ്ട്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രധാനമന്ത്രിയിൽ പ്രതീക്ഷ വയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മാതൃഭൂമി 1ാം പേജിലാണ് ആ ഒരു വാർത്ത കൊടുക്കുന്നത്. അതേസമയം മാതൃഭൂമിയുടെ 7ാം പേജിലും ഈ ഒരു വാർത്തയുണ്ട്. പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ, പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നവരുടെ പട്ടികയിൽ ഗവർണർ ഇല്ല എന്നുള്ളൊരു വാർത്തയാണ്. അതായത് കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി മോദിയെ ഔദ്യോഗികമായി സ്വീകരിക്കുന്നവരുടെ പട്ടികയിൽ ഗവർണറെ ഒഴിവാക്കി എന്നാണ് പറയുന്നത്. ഇതിന് രാജ്ഭവന്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്, ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി ആയതിനാലാണ് ഗവർണർ പങ്കെടുക്കാത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതേസമയം ഈ മോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്നവരുടെ പട്ടികയിൽ ഗവർണർ ഉണ്ട് എന്നും പറയുന്നുണ്ട്. ഇതാണ് മാതൃഭൂമി 7ാം പേജിലാണ് ഈ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത്. ഇത് തന്നെ നമുക്കൊരു ദേശീയ മാധ്യമത്തിലേക്ക് പോവുകയാണെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യയും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ 3ാം പേജിലാണ് ഈ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത്. PM to hold talks with church heads ഡ്യൂറിംഗ് വിസിറ്റ് ടു സ്റ്റേറ്റ്. അതായത് നേരത്തെ പറഞ്ഞ മാതിരി മതമേലധ്യക്ഷന്മാരെ കാണും എന്നുള്ളൊരു തലക്കെട്ടോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല
ഇവർ കൊടുത്തിട്ടുള്ളതിൽ ഡെത്ത് ത്രെട്ടൺ ടു PM men who wrote letter held. അതായത് ഈ കഴിഞ്ഞ ദിവസം ഈ പ്രധാനമന്ത്രിക്ക് ചാവേർ ആക്രമണം നടത്തുമെന്നൊക്കെ തുടങ്ങി ചില കത്തുകളും ഭീഷണി കത്തൊക്കെ ലഭിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലൊരാൾ അറസ്റ്റിലായി എന്ന തരത്തിലാണ് ടൈംസ് ഓഫ് ഇന്ത്യ വാർത്ത കൊടുത്തിട്ടുള്ളത്. ടൈംസ് ഓഫ് ഇന്ത്യ 3-ാം പേജിലാണ് ആ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത്. മനോരമയും കൊടുത്തിട്ടുണ്ട് ആ ഒരു വാർത്ത. മനോരമ ഏറ്റവും അവസാനത്തെ പേജിലാണ് കൊടുത്തിട്ടുള്ളത്. പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന ഭീഷണിക്കത്ത്, പ്രതി അറസ്റ്റിൽ. അത് ഇന്നലെ ചെറിയൊരു തമാശ രൂപം കൂടി അതിലുണ്ട്. വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിൽ പോലും അത് അയൽവാസിയെ കൊടുക്കാൻ വേണ്ടി ചെയ്തൊരു പണിയാണ്. അതായത് മുൻവൈരാഗ്യം കൊണ്ട് ചെയ്തിട്ടുള്ളൊരു പണിയാണ്. അതെന്തായാലും നല്ലൊരു 8ന്റെ പണിയായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മനോരമയുടെ അവസാനത്തെ ഒരു പേജിലാണ് ആ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. മറ്റുള്ള വാർത്തകളിലേക്ക് പോകുമ്പോൾ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ കൊടുക്കുന്നുണ്ട്. അതിൽ ദേശാഭിമാനിയാണ് ഏറ്റവും പ്രധാനമായി ഈ നരേന്ദ്രമോദിയുടെ വാർത്തയൊക്കെ കൊടുക്കുന്നതിനൊപ്പം തന്നെ കേരള സർക്കാരിൻ്റെ ചില നേട്ടങ്ങളുമൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ദേശാഭിമാനി പത്രത്തിൻ്റെ ഇന്നത്തെ ഒരു പ്രസിദ്ധീകരണം എന്ന് പറയുന്നത്. ദാരിദ്ര്യം തുടച്ചു നീക്കും, തീരസദസ്സിന് തുടക്കം, അതാണ് കാര്യം. അപ്പോൾ ദാരിദ്ര്യം തുടച്ചു നീക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. സംസ്ഥാനത്ത് ദാരിദ്ര്യം തുടച്ചു നീക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 64,000 പരമദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്ന കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടികൾക്ക് സംസ്ഥാനം തുടക്കമാവുകയാണ്. ഇത് പൂർത്തിയാകുന്നതോടെ പരമദാരിദ്ര്യത്തെ ദാരിദ്ര്യമില്ലാത്ത ആദ്യ സംസ്ഥാനമായി കേരളം മാറും എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ദേശാഭിമാനിയുടെ ആദ്യത്തെ പേജിലാണ് ഈ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത്. എങ്ങും പുഞ്ചിരി വിടരും എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ആ ഒരു പ്രസ്താവന കൂടി ഒരു ബോക്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത് ദേശാഭിമാനി. അതുതന്നെ മനോരമയും പറയുന്നുണ്ട്. മനോരമയും മാതൃഭൂമിയും ഇതൊരു പരസ്യം ആയിട്ട് കൊടുക്കുന്നുണ്ട്. PRDയുടെ ഒരു പരസ്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതിദരിദ്രരില്ലാത്ത കേരളം യാഥാർത്ഥ്യമാകുന്നു എന്ന് പറഞ്ഞ ഒരു ഫുൾ പേജ് പരസ്യമാണ്. മൈക്രോ പ്ലാൻ രൂപീകരണത്തിൻ്റെയും അവകാശം അതിവേഗം പദ്ധതിയുടെയും പൂർത്തീകരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വാർത്ത കൊടുക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്തായാലും അത് വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. കേരളത്തിൽ ദരിദ്രരുടെ എണ്ണം കുറയുന്നു എന്നുള്ളത്. അത് PRDയുടെ ഒരു പരസ്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മനോരമയും മാതൃഭൂമിയും ആ ഒരു പരസ്യം കൊടുത്തിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ 3-ാം പേജും അത്തരമൊരു പരസ്യം തന്നെയാണ്. ഇനി ഏറെ പറയാനുള്ള മറ്റൊരു വാർത്തയാണ് AI ക്യാമറകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷം ഇതിനൊരു ആയുധമാക്കി മാറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹവും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. എന്തായാലും ആ ഒരു വാർത്ത തന്നെയാണ് ആദ്യം നോക്കുന്നത്. മനോരമ പത്രത്തിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. മനോരമ പത്രത്തിൻ്റെ ആദ്യത്തെ പേജിൽ തന്നെയാണ് AI ക്യാമറ സ്വകാര്യ പങ്കാളിത്തം ധനവകുപ്പിനെ മറികടന്ന് എന്നുള്ളൊരു തലക്കെട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത്. VR പ്രതാപ് റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്. റോഡുകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിരീക്ഷണ സംവിധാനം സ്ഥാപിച്ചത് കരാർ കമ്പനിയായ കെൽട്രോൺ മറ്റ് സ്വകാര്യ കമ്പനികളിൽ നിന്ന് ഉപകരണങ്ങൾ വാങ്ങരുതെന്ന ധനവകുപ്പിൻ്റെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു വാർത്ത കൈകാര്യം ചെയ്തിട്ടുള്ളതെന്നാണ് മനോരമ. അതുപോലെ തന്നെ മനോരമയുടെ 6-ാം പേജിലും ഈ ഒരു വാർത്ത കൊടുക്കുന്നുണ്ട്. മനോരമയുടെ 6-ാം പേജിൽ കൊടുക്കുന്നത് ഒരു ക്യാമറ സിസ്റ്റത്തിൻ്റെ വില 9.5 ലക്ഷം രൂപയാണ്. കെൽട്രോൺ CMDയുടെ ഒരു റിപ്പോർട്ടാണ് മനോരമ കൊടുത്തിട്ടുള്ളത്. AI ക്യാമറ അഴിമതി വിവരങ്ങൾ പുറത്തുവിടുമെന്ന് ചെന്നിത്തല. കഴിഞ്ഞ ദിവസം മുൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഇങ്ങനെയൊരു കാര്യം പറഞ്ഞിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ മനോരമ 6-ാം പേജിൽ കൊടുത്തിട്ടുള്ളത്. മനോരമയുടെ 7-ാം പേജിലും ഈ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. ക്യാമറ തന്നെ നിയമലംഘനം എന്നാണ് പറയുന്നത്. അതായത് ഗതാഗത നിയമലംഘനങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ AI ക്യാമറ കൊണ്ടുവരുന്നതെന്നാണ് സർക്കാരിൻ്റെ ഒരു വാദം. പക്ഷേ ആ AI ക്യാമറകൾ തന്നെ നിയമം ലംഘിക്കുന്നു എന്ന തരത്തിലാണ് മനോരമ ഇത് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ചെറിയൊരു ചിത്രം കൂടി കൊടുത്തിട്ടുണ്ട്. AI ക്യാമറ കരാറിൽ അഴിമതി എന്ന രീതിയിലുള്ള ഒരു ചിത്രമാണ് അത്. രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ VD സതീശനും ബൈക്കിൽ യാത്ര ചെയ്യുന്ന ദൃശ്യമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ പോലീസ് ഓവർലോഡുമായി VIP-കൾ കണ്ണടച്ചേക്ക് എന്ന് പറയുന്ന ഒരു രീതിയിൽ പോലീസുകാർ നോക്കി നിൽക്കുന്ന ഒരു രീതി. അതിൽ ഒന്ന് പിണറായി വിജയനാകാനാണ് സാധ്യത. അപ്പോൾ അത്തരത്തിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാർട്ടൂൺ കൂടി കൊടുത്തിട്ടുണ്ട്. വാരഫലം
എന്തായാലും ഇങ്ങനെയൊക്കെയാണ് മനോരമ ഈ ഒരു AI ക്യാമറയുമായി ബന്ധപ്പെട്ട ഈ ഒരു വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.